ശിവസൻ സിറിയക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന ആളല്ല, ധർമ്മേന്ദ്ര പ്രധാൻ അല്ല യഥാർത്ഥത്തിലെ വിദ്യാർത്ഥികളുടെ ശത്രു, മറിച്ച് RSS ആണ്. RSSന്റെ മെക്കാനിസമാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അവിടെ ഒരാൾ വന്ന് ഇരിക്കുന്നത് പോലെ, ഒരു ഓഫീസർ വന്നിരിക്കുന്നത് പോലെ ഉള്ളൂ ഒരു മന്ത്രി. ഇതിപ്പോൾ ഒരാൾ മാറി വേറൊരാൾ വന്നാൽ, പ്രഹ്ലാദ് ജോഷി വന്നാൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല എന്ന് പറയുന്നു. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ ചർച്ചയോടുകൂടി, ഈ പാർലമെന്റിൽ നടന്ന ഈ ഡിബേറ്റോടുകൂടി കാര്യങ്ങൾ അവസാനിക്കുകയാണോ? ഒരിക്കലുമല്ല ശ്രീ അഭിലാഷ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ സമരത്തിൽ പങ്കെടുത്ത സമര നായകർ അവർക്ക് സംരക്ഷണം ഒരുക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ്. കാര്യം ഈ സമരത്തിൽ കോൺഗ്രസ് ഏത് ഘട്ടത്തിലാണ് ഇടപെടുന്നത് അങ്ങ് കണ്ടാണല്ലോ. ഈ പറയുന്ന ജനാധിപത്യ വിരുദ്ധമായ സമരത്തെ നേരിടാൻ ദില്ലി പോലീസും അതിന്റെ ഉടയോനും കൂടെ ചേർന്ന് തീരുമാനിച്ചപ്പോഴാണ് കോൺഗ്രസ് തെരുവിലേക്ക് ആ സമരത്തിൽ ഇടപെടുന്നത് അല്ലെങ്കിൽ ഇന്റർഫിയർ ചെയ്യുന്നത്. അതുവരെ ഞങ്ങളുടെ ചത്രക്കെ ഗുഞ്ച് എന്ന് പറയുന്ന സമര പരിപാടിയുമായി ഞങ്ങൾ നേഷൻ വൈഡ് പരിപാടിയുമായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധി ഉത്തരാഖണ്ഡിലായിരുന്നു, അങ്ങേക്ക് അറിയാം. പക്ഷേ ആ സമരത്തെ ജനാധിപത്യ വിരുദ്ധമായി തൊടുന്നു, അതിലേക്ക് നുഴഞ്ഞു കയറുന്നു എന്ന് കാണുമ്പോൾ കോൺഗ്രസ് കൃത്യമായി അവിടെ ഇടപെട്ടു. അവിടെയാണ് ഇവരുടെ IB ഉദ്യോഗസ്ഥർ ചെവിയിൽ ഒരു ഈച്ചയുടെ മൂളൽ പോലും കേൾപ്പിക്കാതെ ഞങ്ങളുടെ മുഴുവൻ MPമാരെയുമായിട്ട് പ്രധാനമന്ത്രിയുടെ വീട്ടുമുറ്റത്ത് ഞങ്ങൾ പോയി നിന്നത്. പിന്നീട് ഈ ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരായി എവിടെയാണോ ഗാന്ധി ഹേ റാം എന്ന് വിളിച്ച് മരിച്ചു വീണത്, പെടഞ്ഞു വീണത്, സംഘ് പരിവാർ ഗണ്ണുകൊണ്ട് പെടഞ്ഞു വീണത്, അവിടെ തന്നെ പോയി ഞങ്ങൾ ശബ്ദം ഉയർത്തിയതും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം പ്രൈം ഇമ്പോർട്ടൻസ് ഈ സമര നേതൃത്വത്തെ അടിച്ചൊതുക്കാനുള്ള ശ്രമം നടത്തിയാൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് നിലവിൽ. രണ്ട്, ഈ പറയുന്ന നേരത്തെ MP അത് വളരെ കൃത്യമായി പറഞ്ഞു. ഇതിപ്പോ ഒരു കസേരയിൽ നിന്ന് ഇടതുകാലിലെ മണ്ണെടുത്ത് ഇപ്പുറത്തെ വലതുകാലിലേക്ക് വെച്ച കണക്കിലാണ് പ്രഹ്ലാദ് ജോഷിയെ വെക്കുന്നത്. മന്ദിച്ചിരി കൂടെ വലുതാണ് എന്നതാണ് പ്രശ്നം. പ്രഹ്ലാദ് ജോഷിയുടെ മുൻകാല സ്റ്റേറ്റ്മെന്റുകൾ നമുക്കറിയാം. പല വിഷയങ്ങൾ ഇപ്പൊ ഈ ബാനു കേസിൽ പ്രതികൾ വെളിയിൽ വരുമ്പോ അവർക്ക് ലീഗലിയാണ് ഈ പറയുന്ന ബെയിൽ അനുവദിച്ചതെന്നും അതിൽ യാതൊരു തെറ്റില്ലെന്നും അവരതിന് അർഹരാണ് എന്നും വാഴ്ത്തിപ്പാടിയ ആളാണ് ഈ പറയുന്ന പ്രഹ്ലാദ് ജോഷി. അതുകൊണ്ട് തന്നെ സംഘ് പരിവാർ എല്ലാ കാലത്തും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് റൂട്ടപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അവരുടെ ലക്ഷ്യം എന്താ? എഡ്യൂക്കേഷനിലൂടെ അവർ ഈ സംഘ് പരിവാർ ആശയങ്ങളെ കുട്ടികളിലേക്ക് ഇൻജക്ട് ചെയ്യാൻ പറ്റും എന്നാണ് അവരുടെ വിശ്വാസം. അത് കൃത്യമായിട്ട് വീർ സവർക്കർ എന്ന് ഇവര് വിളിക്കുന്ന വിനായക് ദാമോദർ സവർക്കറിന്റെ 47-ലെയും മറ്റും പുസ്തകങ്ങളിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അദ്ദേഹത്തിന് അതിന് വായിക്കണമെങ്കിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അദ്ദേഹം കളക്കി വയ്ക്കുന്നതുകൊണ്ടാണ്. രണ്ട്, അദ്ദേഹത്തിന് ഒരു ഉത്തരം പറയുന്നുണ്ട്. അദ്ദേഹം ഞാൻ വാട്സപ്പ് യൂണിവേഴ്സിറ്റി റിപ്പോർട്ടുമായി വരുന്നു. ഇത് ആ ഫ്രണ്ട് ലൈനിന്റെ റിപ്പോർട്ടാണ്. 2014 തൊട്ട് ലീക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള സിൻസ് 2014 പേപ്പർ ലീക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രണ്ട് ലൈനും ഹിന്ദു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ലൈനിന്റെ റിപ്പോർട്ടിന്റെ അകത്ത് 156 പേപ്പറുകൾ എന്നാണ് ഫ്രണ്ട് ലൈൻ പറയുന്നത്. ഹിന്ദു 153 എന്നാണ് പറയുന്നത്. അവിടെയാണ് പ്രിയപ്പെട്ട MPയും ഞാനും ഒക്കെ ആവശ്യപ്പെടുന്നത് ഇതിന് ഉത്തരം പറയേണ്ടത് കേന്ദ്ര സർക്കാരാണ്. നിങ്ങൾക്ക് ഹിന്ദുവിനെതിരെ കേസ് കൊടുക്കാം, ഫ്രണ്ട് ലൈനെതിരെ കേസ് കൊടുക്കാം, എനിക്കെതിരെ ഡിഫമേഷൻ കേസ് കൊടുക്കാം. ഞങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് ഇത്ര ഒന്നും പോയിട്ടില്ല കേട്ടോ. ഇനി അദ്ദേഹം എന്നോട് കണക്കി വെച്ചു, വായിക്കാമോ? അതിന് അത്ര സമയമില്ല, എന്നാലും വായിക്കാം. മാർച്ച് 29, 2015 UPSC പ്രിലിമിനറി എക്സാം ചോർന്നു. മെയ് 3, 2015 AIPMG എക്സാം 2015 CBSE നടന്നത് സാർ ചോർന്നു. ഒക്ടോബർ 4, 2015 പ്രൈമറി ടീച്ചർ ആൻഡ് PRT റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ കേന്ദ്രീയ വിദ്യാലയമാണ് നടത്തുന്നത്. ചോർന്നു. നിങ്ങൾ ഈ പറയുന്ന എക്സാം ഒക്കെ നടത്തിയത് NDA 2017-18 കാലത്ത് വന്നതാണ്. മൊത്തത്തിലുള്ള 2014 മുതലുള്ള പേപ്പർ ലീക്കിനെ കുറിച്ചാണ് 153 ചോർന്നതാണ് നിങ്ങളുടെ വാദം. അല്ലല്ല, അങ്ങ് ഞാൻ അദ്ദേഹം എന്താ പറഞ്ഞത്? പറഞ്ഞത് ആണോ? നിങ്ങൾ ആ ലിസ്റ്റ് വായിച്ച അതിനകത്ത് കേരള PSC എന്റെ ലിസ്റ്റ് പാർലമെന്റ് കള്ളം പറയുന്നു. അലമ്പാതെ പാർലമെന്റ് അല്ല, ട്രഷറി ബെഞ്ച് കള്ളം പറയുന്നു വസന്ത്. ഉത്തരം പറയാം, ജിതിന് ഉത്തരം പറയാം. നിങ്ങൾ വായിക്കുന്ന ലിസ്റ്റിനകത്ത് 2018 കേരള PSC ഉണ്ട്. നിങ്ങൾ വായിക്കൂ. അതിനകത്ത് കേരള PSC ഉണ്ട്. NDA ആണോ കേരള PSC എക്സാം നടത്തുന്നത്? ശരി, ഉണ്ട്. ഞാൻ കംപ്ലീറ്റ് ചെയ്തേ ജിതിനെ ഞാൻ ഉത്തരം പറയാന്നേ. ഇദ്ദേഹത്തിന് ഞാൻ സംസാരിക്കുന്നതിന്റെ ചോദ്യം ചോദിക്കാനുള്ള അവസരം ഞാൻ വഴങ്ങുന്നുണ്ട്. പക്ഷെ ആ ചോദ്യം ചേച്ചി കഴിഞ്ഞ് പിന്നെയും വലിച്ചോണ്ട് പോകുന്നത്. ഞാൻ ഉത്തരം പറയാന്നേ, പറയാലോ ജിതിനെ. 152 എന്ന് ഫ്രണ്ട് ലൈൻ പറയുന്നത് കേന്ദ്ര സർക്കാർ നേരിട്ട് നോഡൽ ഏജൻസിയോ എക്സാമിനേഷൻ ഏജൻസിയോ ആയി നടത്തിയത് എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി അതിന്റെ അകത്ത് തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാം. ജിതിൻ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ പ്രധാനമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അമിത്ഷായോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷിയോ പാർലമെന്റിൽ റെക്കോർഡ് ചെയ്യുന്ന കണക്കിന്
വ്യക്തമായ റിപ്പോർട്ടായിട്ട് വന്നിട്ട് പറയാണ് ഇതേ 32 ഉള്ളൂ എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസത്തെ ചർച്ചയിൽ വന്ന് എന്റെ പിഴ എന്റെ വലിയ പിഴ എന്ന് പറഞ്ഞ് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ പ്രഹ്ലാദ് ജോഷി പറയണം, അമിത്ഷാ പറയണം, നരേന്ദ്രമോദി പറയണം. അല്ലാത്ത പക്ഷം ഇത് തന്നെയായിരിക്കും റിപ്പോർട്ടുകൾ. ആ റിപ്പോർട്ടിനെ വിശ്വസിക്കാൻ മുമ്പോട്ട് പോകും.